വിശദമായ വാർത്തകളിലേക്ക്. ഫെബ്രുവരി 1 നടപ്പിൽ വന്ന ട്രായിയുടെ പുതിയ നിർദ്ദേശത്തിന്റെ ചുവട് പിടിച്ച് പേ ചാനൽ നിരക്ക് കുത്തനെ വർദ്ധിപ്പിക്കാൻ പ്രമുഖ ബ്രോഡ്കാസ്റ്റർമാർ എടുത്ത തീരുമാനം നടപ്പിലായ കേബിൾ ടി വി നിരക്ക് കുത്തനെ ഉയരാനാണ് സാധ്യത. ഇതിനെതിരെ കേരള വിഷനും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും ശക്തമായി രംഗത്ത് വരികയാണ്. കേബിൾ ഓപ്പറേറ്റർമാരെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രീ കേരളവും ഏഷ്യാനെറ്റും അടക്കമുള്ള സ്റ്റാർ ചാനലുകളും ബ്രോഡ്കാസ്റ്റർമാർ ഏകപക്ഷീയമായി കേരള വിഷൻ പ്ലാറ്റ്ഫോമിൽ നിന്നും ഓഫാക്കിയിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നതോടൊപ്പം ഉപഭോക്താക്കൾക്കുണ്ടായ പ്രയാസങ്ങൾക്ക് ഖേദം പ്രകടിപ്പിക്കുന്നതായും കേബിൾ ടി വി ഓപ്പറേറ്റർ അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ഇപ്പോൾ COA സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ KV രാജൻ, ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ട്രായ് പോകുമ്പോൾ അത് ആദ്യമായിട്ടുള്ളൊരു സംഭവമല്ല. പക്ഷേ നേരത്തെ ഇത്തരത്തിലുള്ള നീക്കം ട്രായുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോഴും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ COAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതിനെ മറികടക്കാൻ കഴിയുക? എന്താണ് നിലവിലെ ഒരു സ്ഥിതി? കേൾക്കാമോ? കേൾക്കാം. ഇത് കേരളത്തിലെ മാത്രം ഒരു സ്ഥിതിയല്ല. ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏകദേശം 45 മില്യണിലധികം കേബിൾ TV വരിക്കാർക്ക് പ്രധാനപ്പെട്ട എല്ലാ ബ്രോഡ്കാസ്റ്റർമാരുടെ പേ ചാനലുകൾ കാണാനുള്ള അവസരം നഷ്ടമായിരിക്കുകയാണ്. ഫെബ്രുവരി 1 മുതൽ ട്രായുടെ പുതിയ നിർദ്ദേശപ്രകാരമുള്ള താരിഫ് ഓർഡർ 3 നടപ്പാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ബ്രോഡ്കാസ്റ്റർമാരോടും അതുപോലെ MSOകളോടും എഗ്രിമെന്റ് ഒപ്പുവയ്ക്കാൻ ആവശ്യപ്പെട്ട് കർശനമായ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ട്രായുടെ പുതിയ നിയമത്തിന്റെ ഭാഗമായി ബ്രോഡ്കാസ്റ്റർമാർക്ക് വലിയ രീതിയിലുള്ള നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഈ നിയമത്തിന്റെ മറവിൽ നൽകിയിട്ടുള്ളത്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് രാജ്യത്തെ പ്രമുഖമായ എല്ലാ MSOകളും ഇത് ഈ രീതിയിൽ നടപ്പാക്കരുത് എന്ന് ട്രായോട് നിരന്തരമായി ആവശ്യപ്പെടുകയും പലതവണ നേരിൽ കാണുകയും ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുള്ളതുമാണ്. എന്നാൽ ഇത് നടപ്പാക്കുമെന്നുള്ള വലിയ രീതിയിലുള്ള ഒരു വാശി ഇക്കാര്യത്തിൽ ട്രായ് സ്വീകരിക്കുകയും ട്രായ് അത് നടപ്പാക്കി കിട്ടിയാൽ നല്ല രീതിയിലുള്ള ഒരു വർധനവ് നടപ്പാക്കാൻ കഴിയുമെന്ന് ബ്രോഡ്കാസ്റ്റർമാർക്കുള്ള ഒരു ആത്മവിശ്വാസവുമാണ് ഇത്തരം ഒരു അവസ്ഥയിലേക്ക് ഇന്ന് ഓഫാവാനുള്ള സാഹചര്യം കൊണ്ട് എത്തിച്ചിട്ടുള്ളത്. ഇത് കേരളത്തിലെ ചെറുകിട കേബിൾ ടി ഓപ്പറേറ്റർമാരുടെ സംഘടനയായ KCCL കേബിൾ ടി ഓപ്പറേറ്റർ അസോസിയേഷനെ തിരിച്ചറിയുകയും കേരള വിഷൻ ബ്രാൻഡിൽ ഡിജിറ്റൽ TV നൽകി വരുന്ന KCCL ഇക്കാര്യത്തിൽ കേരള ഹൈക്കോടതിയെ സമീപിച്ച് കഴിഞ്ഞ മാസം ഒരു റിട്ട് ഇവിടെ ഫയൽ ചെയ്യുകയും അതിന്റെ വിധി കഴിഞ്ഞ മാസം 8-ാം തീയതി ഫെബ്രുവരി മാസം 8-ാം തീയതി അത് പരിഗണിക്കാൻ എടുത്തുവെങ്കിലും ഫെബ്രുവരി മാസം 22-ാം തീയതിക്ക് അത് പിന്നീട് മാറ്റിവെക്കുകയുണ്ടായത്. ആ കേസിന്റെ വിധി വരുന്നതിന് മുമ്പാണ് ഇന്ന് ഇത്തരത്തിൽ വിചിത്രമായ ഒരു നിലപാട് ബ്രോഡ്കാസ്റ്റർമാർ എടുത്തിട്ടുള്ളത്. രാജ്യത്തെ 4-5 ഹൈക്കോടതികളിൽ ഇതിനെതിരായി കേബിൾ ടി ഓപ്പറേറ്റർമാരും വിവിധ MSOകളും കോടതികൾ കൊടുത്തിട്ടുള്ള ഹർജിയൊന്നും പരിഗണിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അതൊക്കെ വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതിനൊന്നും കാത്തു നിൽക്കാതെ കേവലം 48 മണിക്കൂർ മുമ്പുള്ള ഒരു ഇമെയിൽ സന്ദേശം മാത്രം നൽകി ഇത്രയും വരുന്ന ഉപഭോക്താക്കൾക്ക് അല്ലെങ്കിൽ ഉപഭോക്താക്കളെ ബന്ധപ്പെട്ട MSOകൾക്ക് ഒന്ന് അറിയിക്കാൻ പോലുള്ള സാവകാശം പോലും നൽകാതെയാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഇത് രാജ്യത്ത് ഒരുപക്ഷെ ഡിജിറ്റൽ കേബിൾ TV യുഗം അല്ലെങ്കിൽ താരിഫ് ഓർഡർ വന്നതിന് ശേഷം ആദ്യം നടക്കുന്ന ഒരു സംഭവമായിരിക്കും. വിവിധ MSOകൾക്ക് വിവിധ കാരണങ്ങൾ വ്യത്യസ്ത ബ്രോഡ്കാസ്റ്റർമാരുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഇത്തരത്തിൽ ഏകപക്ഷീയമായി എല്ലാ പേ ചാനലുകളും ഒരുമിച്ച് സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് ഉപഭോക്താക്കളെ ഇത്തരത്തിൽ വഞ്ചിക്കുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ കേബിൾ ടി ഓപ്പറേറ്റർമാരെ സമ്മർദ്ദത്തിലാക്കുന്ന നിലപാട് രാജ്യത്ത് ആദ്യമായിട്ടാണ്. കേബിൾ ടി ഓപ്പറേറ്റർ അസോസിയേഷൻ ഇതിനെതിരെ ശക്തമായി അപലപിക്കുകയാണ്. കേരളത്തിലെ ഏതാണ്ട് 80% വരുന്ന കേബിൾ TV വരിക്കാരുള്ള കേരള വിഷൻ, അതുപോലെ ACV, അതുപോലെ തന്നെ മറ്റൊരു നെറ്റ്വർക്കായ ഡെൻ തുടങ്ങിയ നെറ്റ്വർക്കുകളൊന്നും തന്നെ ഇന്ന് ഈ പേ ചാനലുകൾ ലഭ്യമല്ല. ചെറുകിട MSOകളെ സമ്മർദ്ദത്തിലാക്കിയും ഭീഷണിപ്പെടുത്തിയും ബ്രോഡ്കാസ്റ്റർമാർ അവരെ കൊണ്ട് ഈ കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. അവരൊക്കെ ഇന്ന് ധർമ്മസങ്കടത്തിലാണ്. ഒരുപക്ഷെ നാളെ ഈ കരാർ പൂർണ്ണമായി നടപ്പാക്കപ്പെടുമ്പോൾ വലിയ രീതിയിലുള്ള കേബിൾ TV നിരക്ക് അല്ലെങ്കിൽ മാസവരി സംഖ്യ ഉപഭോക്താക്കളിൽ അടിച്ചേൽപ്പിക്കപ്പെടാൻ ഈ MSOകൾ അതിന്റെ ഭാഗമായിട്ടുള്ള കേബിൾ ടി ഓപ്പറേറ്റർമാർ നിർബന്ധിതമാകും. ഏതായാലും കേബിൾ ടി ഓപ്പറേറ്റർ അസോസിയേഷൻ രാജ്യത്തെ പ്രമുഖ MSOകളൊക്കെ തന്നെ ഇതിനെ വലിയ രീതിയിലുള്ള വലിയ ഒരു എതിർപ്പും അതിന്റെ ഭാഗമായിട്ടുള്ള ഇതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്.
തീർച്ചയായും അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു തരത്തിലുള്ള പകൽക്കൊള്ള തന്നെയാണെന്ന് നമുക്ക് ആ, ഒരു തരത്തിലുള്ള സംശയങ്ങൾക്കും ഇട നൽകാത്ത രീതിയിൽ പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ലേ. നേരത്തെയും ഇത്തരത്തിലുള്ള നടപടികൾ ഈ ട്രായിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ തന്നെ ഈ വൻകിട സംവിധാനങ്ങളെല്ലാം തന്നെ ഈ രീതിയിലേക്കുള്ള ഒരു പെരുമാറ്റം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നല്ലോ. അന്ന് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളല്ലായിരുന്നോ കേരള വിഷന്റെ ഭാഗത്തു നിന്നും സിഒയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത്? അതിന് സമാനമായ രീതിയിലേക്കുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് പോകാൻ തന്നെയാണോ തീരുമാനം? അത്തരം രീതിയിലേക്കുള്ള പ്രതിഷേധ പരിപാടിയിലേക്ക് പോകാനുള്ള സാധ്യത എല്ലാ തരത്തിലും കാണുന്നുണ്ട്. മുമ്പ് ഇത്തരത്തിൽ ഡിജിറ്റൽ കേബിൾ ടി വിയിൽ ഇന്ന് കാണുന്ന ഈ താരിഫ് ഓർഡറിന്റെ ആദ്യ പതിപ്പ് വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ബ്രോഡ്കാസ്റ്റർമാരുടെ ഏകപക്ഷീയമായ നിരക്കടിച്ചേൽപ്പിക്കൽ ശ്രമം നടന്നിരുന്നു. അന്ന് ഒരു മാസമൊക്കെ 45 ദിവസത്തോളം പ്രത്യേകിച്ച് സ്റ്റാർ എന്ന ഏറ്റവും വലിയ ബ്രോഡ്കാസ്റ്റർക്കെതിരെ സമരം ചെയ്ത് വിജയിച്ചിട്ടുള്ള സംഘടനയാണ് കേബിൾ ടി വി ഓപ്പറേറ്റർ അസോസിയേഷൻ. അതുകൊണ്ട് സമരം ഞങ്ങൾക്കൊരു പുത്തരിയല്ല. ഞങ്ങൾ സമരം ചെയ്യുന്നത് കേബിൾ ടി ഓപ്പറേറ്റർമാരുടെ അതിജീവനം എന്നതിനേക്കാൾ ഉപരിയായി ഇന്ന് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കളുള്ള ഒരു MSO ആണ് KCCL. ആ KCCL ആണ് ഇന്ന് രാജ്യത്തെ ഏറ്റവും മിതമായ നിരക്കിൽ, ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കേബിൾ ടി വരിക്കാർക്ക് ഇത്രയും അധികം പേ ചാനലുകൾ കൊടുക്കുന്നത്. അത് തീർച്ചയായും ഇത്തരത്തിൽ സമരം ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് വേണ്ടി സമരം ചെയ്ത് വിജയിച്ചതിന്റെ ഭാഗമാണ്. കേരളത്തിന് പുറത്ത് ഏത് MSOകളിൽ പരിശോധിച്ചാലും ഇന്ന് 300-350 രൂപയ്ക്ക് മേലെയാണ് കേബിൾ ടിവിയുടെ നിരക്ക്. അത് ഈ കേരളത്തിൽ 250 രൂപയ്ക്കോ അല്ലെങ്കിൽ താഴെയോ ആയി നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഈ സംഘടനയുടെ വിജയമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഞങ്ങളിൽ വിശ്വാസം ഉറപ്പിച്ചിട്ടുള്ള ഉപഭോക്താക്കൾക്ക് വേണ്ടി ഏതറ്റം വരെയും ഈ സമരം ഞങ്ങൾ തുടരും. തീർച്ചയായും എല്ലാ കാലത്തും വരിക്കാരുടെ താല്പര്യത്തിനനുസരിച്ച് വരിക്കാരെ സംരക്ഷിക്കുന്ന രീതിയിൽ തന്നെയുള്ള നിലപാട് തന്നെയായിരുന്നു സിഒയെ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അത് തന്നെ തുടരുമെന്ന് അങ്ങ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം സിഒയെ സംസ്ഥാന നിർവാഹക സമിതി അംഗവും KCCL ചെയർമാനുമായുള്ള ശ്രീ K. ഗോവിന്ദൻ ചേരുന്നു. സാർ, ഈ ഒരു സാഹചര്യം നമുക്ക് നേരത്തെയും പരിചിതമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ്. പക്ഷേ അന്നൊക്കെയും ശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളിലൂടെ സിഒയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്. ട്രായിയുടെ തീരുമാനത്തെ പോലും ഒരുപക്ഷെ തിരുത്തുന്ന തരത്തിലേക്കുള്ള നടപടികളിലേക്ക് ആ പ്രതിഷേധങ്ങൾക്ക് എത്താൻ കഴിഞ്ഞിട്ടുമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രതിഷേധ പരിപാടികൾ തന്നെ തുടരാൻ തന്നെയാണോ തീരുമാനം? ഈ നിരക്ക് വർധന നിലവിൽ വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും അധികം പ്രതികൂലമായി ബാധിക്കുക അത് ഇവിടുത്തെ വരിക്കാരെ തന്നെയാണ് എന്ന് ആ ഒരു രീതിയിൽ തന്നെയല്ലേ കാര്യങ്ങൾ? ഉയർന്ന നിരക്ക് വർധന ആവശ്യപ്പെട്ട് പ്രമുഖ ചാനൽ കമ്പനികൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അവരുടെ ചാനൽ കേബിൾ TV ഓപ്പറേറ്റർമാരുടെ നെറ്റ്വർക്കിൽ നിന്നും നീക്കം ചെയ്തു തുടങ്ങിയിരിക്കുകയാണ്. നിരക്ക് വർധന നിലവിൽ വന്നാൽ കേബിൾ TV വരിക്കാർ ഉയർന്ന മാസവരി സംഖ്യ നൽകേണ്ട ഒരു സാഹചര്യമാണ്. ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകൾ ആദ്യഘട്ടത്തിൽ ഓഫ് ചെയ്യുമെന്നാണ് ചാനൽ കമ്പനികളുടെ മുന്നറിയിപ്പ്. ട്രായിയുടെ പ്രത്യേക നിർദ്ദേശം ഇത്തരത്തിൽ ഉള്ള നടപടിക്ക് അതല്ലെങ്കിൽ ട്രായിയുടെ ആ ഒരു നിർദ്ദേശം മറയാക്കിക്കൊണ്ട് തന്നെയുള്ള നടപടിയാണ് വൻകിട സംവിധാനങ്ങൾ MSO ഈ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകുന്നത്. ഇതിനെതിരെ ശക്തമായ രീതിയിൽ എന്നും പ്രതിഷേധം നടത്തിയിട്ടുള്ള സംഘടനയാണ് സിഒയെ. ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഈ ഒരു സാഹചര്യത്തിലും ഉണ്ടാവാൻ തന്നെയുള്ള സാഹചര്യമാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഫെബ്രുവരി 1 നടപ്പിൽ വന്നിട്ടുള്ള ട്രായിയുടെ പുതിയ നിർദ്ദേശത്തിൻ്റെ ചുവട് പിടിച്ചാണ് പേ ചാനൽ നിരക്ക് കുത്തനെ വർദ്ധിപ്പിക്കാൻ പ്രമുഖ ബ്രോഡ്കാസ്റ്റർമാർ തീരുമാനമെടുത്തത്. അത് നടപ്പിലായാൽ കേബിൾ TV നിരക്ക് കുത്തനെ ഉയർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ട്. ശ്രീ KV രാജൻ, അങ്ങേക്ക് തുടരാം. അദ്ദേഹത്തിലേക്ക് ശ്രീ ഗോവിന്ദനിലേക്ക് നമുക്ക് തിരികെ വരാനുള്ള സമയവുമുണ്ട്. അങ്ങേക്ക് തുടരാം. കൂടുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതായാലും മറ്റന്നാൾ ഞങ്ങളൊരു പത്രസമ്മേളനം തൃശ്ശൂർ വിളിച്ചു ചേർത്തിട്ടുണ്ട്. കേബിൾ TV ഓപ്പറേറ്റർ അസോസിയേഷന്റെ സംസ്ഥാന കൺവെൻഷൻ 22-23 തീയതികളിലായി തൃശ്ശൂർ റീജിയണൽ തിയേറ്റർ വെച്ച് ചേരുകയാണ്. തീർച്ചയായും അതിന്റെ പത്രസമ്മേളനത്തിന്റെ ഭാഗമായി ഏതായാലും പേ ചാനൽ വിഷയവും കൂടി വന്ന സ്ഥിതിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ വാർത്താ സമ്മേളനം ഞങ്ങൾ നൽകും. ഇന്ന് എന്തായാലും ഇന്ത്യയിലെ കേബിൾ TV ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിലെ ഒരു കറുത്ത ദിനം എന്ന് മാത്രമേ ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ. തീർച്ചയായും ഈ ബ്രോഡ്കാസ്റ്റർമാരുടെ ഈ കടന്നുകയറ്റത്തിനെതിരെ അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റർമാർക്ക് വേണ്ടി ട്രായ് ഉൾപ്പെടെ ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ കുത്തകൾക്ക് വേണ്ടി നടത്തുന്ന ഈ ശ്രമത്തെ ചെറുത്ത് തോൽപ്പിക്കുമെന്ന് മാത്രമേ കൂടുതൽ ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളൂ. മറ്റൊരു അവസരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ വിശദീകരിക്കാം.
തീർച്ചയായും ഉയർന്ന നിരക്ക് വർധന ആവശ്യപ്പെട്ട് പ്രമുഖ ചാനൽ കമ്പനികൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ട്രായുടെ നിർദ്ദേശം അതിൻ്റെ മറ പിടിച്ചാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് വൻകിട കമ്പനികൾ എത്തുന്നത്. കുത്തകയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു തീരുമാനമായിട്ട് മാത്രമേ ഇതിനെ കണക്കാക്കാൻ കഴിയുകയുള്ളൂ. ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് തന്നെ പോകാൻ തന്നെയാണ് സിഒയുടെ തീരുമാനം. ഇപ്പോൾ സിഒയെ സംസ്ഥാന നിർവാഹക സമിതി അംഗവും KCCL ചെയർമാനുമായിട്ടുള്ള കെ ഗോവിന്ദൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ കെ ഗോവിന്ദൻ, ട്രായി ഇത്തരത്തിലുള്ള നടപടികൾ നേരത്തെ തന്നെ ഈ നിരക്ക് വർധനയ്ക്ക് അനുകൂലമാകുന്ന വൻകിട സംവിധാനങ്ങൾക്ക് അനുകൂലമാകുന്ന ചില നടപടികൾ ട്രായിയുടെ ഭാഗത്ത് നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അത് സമാനമായ രീതിയിലുള്ള നടപടി ട്രായിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഒപ്പം തന്നെ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് വൻകിട സംവിധാനങ്ങൾ ശക്തമായ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തുകയാണ്. ഇതിനെ എങ്ങനെയാണ് കാണാൻ കഴിയുക? ഇതിനെ ഏത് രീതിയിലാണ് പ്രതിരോധിക്കാൻ കഴിയുക? ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനികൾ പ്രവർത്തനം ആരംഭിക്കുന്ന കാലം മുതൽ തന്നെ അതിന്റെ വിതരണ ശൃംഖലകൾ കൈയടക്കാനുള്ള ശ്രമം ആരംഭിച്ചിരുന്നു. നമുക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത് താരിഫ് ഓർഡർ എന്ന നിയമം വരുന്നതിന് മുമ്പ് ഈ ഡിജിറ്റലൈസേഷൻ നിയമം വന്ന കാലം മുതൽ തന്നെ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനികൾക്ക് മേൽക്കൈ കിട്ടാനുള്ള അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നിയമങ്ങളാണ് കൊണ്ടുവന്നിരുന്നത്. നെറ്റ്വർക്കുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ ആയാലും അതിന് ടെക്നോളജി കൊണ്ടുവരുന്ന കാര്യത്തിലായാലും ഒക്കെ നിയമങ്ങൾ കൊണ്ടുവരുന്നതെല്ലാം ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനികൾക്ക് അനുകൂലമായിട്ടായിരുന്നു. താരിഫ് ഓർഡർ ഒന്നാമത്തേത് വന്നപ്പോഴും രണ്ടാമത്തേതിൽ വീണ്ടും അമെന്റ്മെന്റ് വന്ന സമയത്തുമെല്ലാം ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണമാണ് നടത്തുന്നതെന്ന് നേരത്തെ തന്നെ കേബിൾ ടി ഓപ്പറേറ്റർമാരും പൊതുസമൂഹവും ഉപഭോക്താക്കളും ഒരുപോലെ ആരോപിച്ചിരുന്നു. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഉപഭോക്താക്കളുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത് തോന്നുമെങ്കിൽ പോലും ആത്യന്തികമായി ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനികളുടെ ചാനൽ നിർമ്മാതാക്കളുടെ കണ്ടന്റ് പ്രൊവൈഡർമാരുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നത് എന്ന് പിന്നീട് വന്ന ഓരോ നിയമനിർമ്മാണത്തിന്റെ സമയത്തും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ സാഹചര്യം നേരിടുന്നതിന് വേണ്ടി കേബിൾ ടി ഓപ്പറേറ്റർമാർ നേരത്തെ കേരളത്തിൽ മാത്രം നടത്തിയിരുന്ന പ്രക്ഷോഭ പ്രതിരോധ പ്രവർത്തനങ്ങൾ ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ ഒരു സാഹചര്യം. ദേശീയ തലത്തിലുള്ള MSO കമ്പനികളുടെ പ്ലാറ്റ്ഫോം ഒറ്റക്കെട്ടായി ട്രായുടെ ഇപ്പോഴത്തെ നിയമങ്ങൾക്കെതിരെ, അതുപോലെ തന്നെ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനികളുടെ അമിതമായ നിരക്ക് വർധനവിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുകയും ശക്തമായ സമരമാർഗങ്ങളിലേക്ക് പോകാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ മേഖലയിലേക്ക് കുത്തകളുടെ ഒരു അധിനിവേശം അത് എല്ലാ കാലത്തും തന്നെ ഉണ്ടായിട്ടുണ്ടെന്ന് അങ്ങ് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. നേരത്തെയും കേരള വിഷൻ ഇത്തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ദേശീയ തലത്തിലേക്ക് ഈ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അതിന്റെ ഒരു സമരത്തിന്റെ ആ ഒരു ക്യാൻവാസ് വലുതാവുകയല്ലേ? തീർച്ചയായിട്ടും വലുതാവുകയാണ്. നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, കേബിൾ TV കാണുന്ന ഉപഭോക്താക്കൾക്ക് അവർക്ക് ആവശ്യമില്ലാത്ത ചാനലുകൾ പാക്കേജുകളുടെ ബൊക്കകളുടെ പേരിൽ അടിച്ചേൽപ്പിക്കാനുള്ള നിയമമാണ് പലപ്പോഴും നിർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു ഉപഭോക്താവിന് ആവശ്യമുള്ള ചാനലുകൾ ഏതെങ്കിലും ഒരു ചാനലോ 2 ചാനലോ കാണണമെങ്കിൽ അവര് ആ ചാനലുകൾക്ക് നൽകുന്നതിനേക്കാൾ വളരെ നേരിയ തുക വർധനവ് കൊടുത്താൽ കൂടുതൽ ചാനലുകൾ കാണാൻ പറ്റും എന്ന ഒരു ആകർഷണീയതയാണ് ഇവരെപ്പോഴും ഉപയോഗിക്കാറുള്ളത്. ഈ നിയമം ഇത്തരത്തിലുള്ള പാക്കേജിംഗ് സിസ്റ്റം കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ നമുക്ക് ആവശ്യമുള്ള ചാനലുകൾ മാത്രം കാണാൻ അവസരം ലഭിക്കണം എന്നുള്ള നിലപാടായിരുന്നു തുടക്കത്തിൽ കേരള വിഷൻ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉന്നയിച്ചിരുന്നത്. 2007-6 കാലഘട്ടത്തിലൊക്കെ ചാനലുകൾ ബഹിഷ്കരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് ചാനലുകളൊക്കെ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരങ്ങൾ നടത്താൻ കേരള വിഷന്റെ ഓപ്പറേറ്റർമാർ തയ്യാറായത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ്. ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം നിരക്ക് ഒരു വലിയ ബാധ്യതയാണ്. കാരണം കേരളത്തിലെ അർബൻ സൊസൈറ്റി അല്ല, വളരെ ഗ്രാമപ്രദേശങ്ങളിലുള്ള വളരെ സാധാരണക്കാരായ ആളുകളാണ് കേബിൾ TVയുടെ ഉപഭോക്താക്കളായിട്ടുള്ളത്. അത്തരം ആളുകൾക്ക് വലിയ നിരക്ക് നൽകി ഈ ഉള്ളടക്കം കാണാൻ നിർവാഹമില്ല. അതുകൊണ്ട് കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേരളത്തിൽ നടത്തിയിട്ടുള്ള സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും ഒക്കെ ഭാഗമായി നിരക്ക് ആ കാലത്ത് ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ സാധിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് പിന്നീട് ആ ഒരു സാഹചര്യം മാറി ഡിജിറ്റലൈസേഷൻ നിയമം വന്നപ്പോൾ ദേശവ്യാപകമായി ഒരു ടെക്നോളജിയുടെ പിന്തുണയോടുകൂടിയാണ് നിയമങ്ങൾ വരുന്നത്. ചെറുകിട സംരംഭങ്ങൾക്ക് ഈ ടെക്നോളജികൾ പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ നിയമം അർബൻ എന്നോ റൂറൽ എന്നോ വ്യത്യാസമില്ലാതെ എല്ലായിടത്തും ഒരുപോലെ ഇമ്പോസ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി.
അതൊക്കെ മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ജനങ്ങൾ വളരെ ദൂരവ്യാപകമായിട്ടുള്ള അതായിരുന്നു. പിന്നീട് അത് കേന്ദ്രീകൃതമായി ഒറ്റ പോയിന്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരൊറ്റ നിയമനിർമ്മാണം കൊണ്ട് നിരക്കിനെ പെട്ടെന്ന് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതാണ് NTO പോലുള്ള ന്യൂ താരിഫ് ഓർഡർ പോലുള്ള നിയമങ്ങൾ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള സാഹചര്യം. അപ്പോഴൊക്കെ ഓരോ ഘട്ടത്തിലും നിരക്ക് ക്രമാതീതമായി കുതിച്ചുയരുന്നതിന് സാഹചര്യം ഒരുക്കി. നമുക്ക് കേരളത്തിലുള്ള ഒരു സാഹചര്യമല്ല മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ളത്. അവിടെ വളരെ ഉയർന്ന നിരക്ക് കസ്റ്റമേഴ്സിന് ഉപഭോക്താക്കളുടെ അടുത്ത് വാങ്ങുന്ന സാഹചര്യമുണ്ട്. ആ ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ താരതമ്യേന ബാധിക്കാൻ ഇടയാക്കിയിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും. അത് കേരള വിഷന്റെ ഒരു മാർക്കറ്റിലുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് അത്തരം ഒരു വിലപേശലിനെ തടഞ്ഞു നിർത്താൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ അന്ന് സൂചിപ്പിച്ച പോലെ തന്നെ 2012 കാലഘട്ടത്തിലൊക്കെയാണ് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം നടന്നതായിട്ട് ഞാൻ ഓർക്കുന്നത്. ഏഷ്യാനെറ്റ് ചാനൽ ഉൾപ്പെടെ ഓഫ് ചെയ്തുകൊണ്ടുള്ള സമര പരിപാടികളിലേക്ക് കടക്കുന്നു. ഈ കുത്തകവൽക്കരണത്തിനെതിരെ അല്ലെങ്കിൽ കുത്തകവൽക്കരണത്തിന് അനുകൂലമായിട്ടുള്ള നടപടിയാണ് ട്രായിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രതിഷേധത്തിന്റെ ചൂട് ട്രായ് അന്നേ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും അവരുടെ ഭാഗത്തുനിന്ന് ഒരിക്കലുള്ള ഒരു ആനുകൂല്യങ്ങളും അനുകൂല തീരുമാനങ്ങളും ഈ ചെറുകിട സംരംഭങ്ങൾക്ക് ഉണ്ടാവുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും അങ്ങനെ വേണം മനസ്സിലാക്കാൻ. അതിന് ഒരുപാട് രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മുടെ മാധ്യമങ്ങളാണ്, പ്രത്യേകിച്ച് മുഖ്യധാരയിലുള്ള ദേശീയ തലത്തിലുള്ള കോർപ്പറേറ്റ് മാധ്യമ പ്ലാറ്റ്ഫോമുകളാണ് ഭരണകൂടങ്ങളെ താങ്ങി നിർത്തുന്നത്. ഭരണകൂടങ്ങളുടെ ജിഹോകളായി പ്രവർത്തിക്കുന്ന ഇത്തരം മാധ്യമങ്ങൾക്ക് അനുകൂലമായി അവർക്ക് സ്വച്ഛന്തം എന്ത് തീരുമാനം എടുക്കാനും അവരുടെ ബിസിനസ് താല്പര്യങ്ങൾ സംരക്ഷിക്കാനും പറ്റുന്ന നിയമങ്ങൾ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ അവർക്ക് യഥേഷ്ട മാർക്കറ്റിൽ നിന്ന് എത്ര വേണമെങ്കിലും തുക സമാഹരിക്കുന്നതിനും ഉതകുന്ന നിയമനിർമ്മാണമാണ് നടന്നു വരുന്നത്. അതിൽ പ്രത്യക്ഷമായിട്ടോ അല്ലെങ്കിൽ പരോക്ഷമായോ ഗവൺമെന്റുകളുടെ സ്വാധീനം ഉണ്ടെന്നാണ് ഞങ്ങൾ ആരോപിക്കുന്നത്. കാരണം ജനങ്ങളുടെ താല്പര്യത്തിനെതിരായിട്ടുള്ള, അവരുടെ അവകാശങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കോർപ്പറേറ്റ് താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ നിയമങ്ങൾ ഗവൺമെന്റിന്റെ ട്രായ് പോലുള്ള ഒരു വളരെ അധികാരമുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പ്ലാൻഡ് ആയിട്ടുള്ള, ആസൂത്രിതമായിട്ടുള്ള ഗവൺമെന്റിന്റെ നിലപാടാണ് അവിടെ വ്യക്തമാകുന്നതെന്ന് തന്നെയാണ്. ഈ നിലപാട് എപ്പോഴും ഉപഭോക്താക്കളുടെ പക്ഷത്തല്ല, ബ്രോഡ്കാസ്റ്ററുടെ പക്ഷത്ത് തന്നെയാണ്. ഇതിന് പറയുന്നത് ന്യായീകരിക്കുന്നത് ബ്രോഡ്കാസ്റ്റർക്ക് കണ്ടന്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് വലിയ കോസ്റ്റ് വഹിക്കേണ്ടി വരുന്നുണ്ട്. ആ കോസ്റ്റ് ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്നതിന്, അത് നീതിപൂർവമാക്കുന്നതിനുള്ള അവസരം ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനികൾക്ക് അവകാശമുണ്ട് എന്നുള്ള ഒരു വാദമാണ് അവർ ഉന്നയിക്കുന്നത്. അവിടെ പ്രേക്ഷകനല്ല, ഉപഭോക്താവല്ല, ഉപഭോക്താവിനെ ലക്ഷ്യമിട്ടുകൊണ്ടല്ല നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഈ നിയമം ഉണ്ടാക്കുമ്പോൾ ഈ പറഞ്ഞ താരിഫ് നിലനിർത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ താരിഫ് കൃത്യമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി അവർ ചെയ്യുന്നത് ടെക്നോളജിയിൽ തന്നെ മാറ്റങ്ങൾ വരുത്തുകയാണ്. സാങ്കേതിക വിദ്യ മറ്റ് കമ്പനികൾക്ക് അല്ലെങ്കിൽ ചെറിയ സ്ഥാപനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ടെക്നോളജികൾ നടപ്പിലാക്കുന്നു. ഡിജിറ്റലൈസേഷൻ ഒക്കെ വന്നപ്പോൾ വലിയ തുക അതിന്റെ സാങ്കേതിക വിദ്യകൾക്കും അതിന്റെ സമസ്തപോലുള്ള സംവിധാനങ്ങൾക്കൊക്കെ വലിയ തുക നിക്ഷേപം ആവശ്യമുണ്ട്. അത് നിർവഹിക്കാൻ കഴിയാത്ത കമ്പനികൾ എപ്പോഴും ഇത് നടപ്പിലാക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെ കേരള വിഷന് നേരിടാൻ സാധിച്ചത് കേരള വിഷന് വലിയൊരു കൂട്ടായ്മ ഉണ്ടാക്കുകയും 5000-ൽ പരം ഓപ്പറേറ്റർമാരുടെ ഒരു സംരംഭക കൂട്ടായ്മ ഉണ്ടാക്കി. അങ്ങനെയാണ് ഈ കോർപ്പറേറ്റ് അധിനിവേശത്തിനെതിരെ, കോർപ്പറേറ്റ് ഭീമന്മാർക്കെതിരായിട്ടുള്ള ഒരു സമാന്തരമായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് അതിനെ അഭിമുഖീകരിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു തീരുമാനം അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഈ നിരക്ക് വർധന ഉൾപ്പെടെ അംഗീകരിക്കാൻ കഴിയില്ലാത്തൊരു സാഹചര്യം വന്നപ്പോൾ അതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോകുമല്ലേ? പ്രതിഷേധ പരിപാടികളെ കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള തീരുമാനമായിട്ടുണ്ടോ? നമുക്കിതിൽ ഈ കാര്യത്തിൽ രണ്ട് വസ്തുതകളാണുള്ളത്. ഉപഭോക്താവിന് പ്രൊഡക്റ്റ് കിട്ടണം, അതായത് ചാനലുകൾ ലഭ്യമാകണം എന്നത് അവരുടെ ഒരു റൈറ്റാണ്, അവകാശമാണ്. ഒരു ഭാഗത്ത് ഈ റൈറ്റ് നിലനിൽക്കുമ്പോൾ തന്നെ അവർക്ക് ഇന്നലെ വരെ നൽകിയിരുന്ന നിരക്കിൽ ഈ ഉൽപ്പന്നം നൽകാൻ കഴിയില്ല, ഈ കണ്ടന്റ് നൽകാൻ കഴിയില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഈ പ്രശ്നം യഥാർത്ഥത്തിൽ ബോധ്യപ്പെടുത്തേണ്ടത് ഉപഭോക്താക്കളെയാണ്. കോർപ്പറേറ്റ് കമ്പനികളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ആണ് അല്ലെങ്കിൽ അവരെ ഇത്തരം നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള സാഹചര്യം
നിഷേധിക്കുകയാണ്, ഇല്ലാതാക്കുകയാണ് ഈ സമരം കൊണ്ട്, ഇത്തരം പ്രതിരോധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ഉപഭോക്താക്കളെ ബോധ്യപ്പെടുത്താനുള്ള ക്യാമ്പയിനുകളാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. കേരള വിഷന്റെ വിവിധ മാധ്യമങ്ങൾ മുഖേന ബഹുജനങ്ങളെ വിവരങ്ങൾ അറിയിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ ബഹുജനങ്ങളുടെ പിന്തുണയോടുകൂടി ഈ കോർപ്പറേറ്റ് അധിനിവേശത്തിന്റെ വിഷയങ്ങൾ പബ്ലിക് ഡൊമൈനിൽ വളരെ വ്യാപകമാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചെറുകിട സംരംഭങ്ങളുടെ തലയിൽ ഈ ഒരു ഇതിന്റെ പാപഭാരം കെട്ടിവെക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഇതിനിടയിലില്ലേ? തീർച്ചയായിട്ടും അവര് ഇപ്പോ അവരുടെ പ്രചരണങ്ങൾ ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ വരും. അത്തരം പ്രചരണങ്ങൾ അവർ സൂചിപ്പിക്കാനിടയുള്ളത് ചാനലുകൾക്ക് വളരെ നേരിയ 2 രൂപയോ 5 രൂപയൊക്കെ വർദ്ധിച്ചിട്ടുള്ളൂ എന്ന രീതിയിൽ അവർ പ്രചരിപ്പിക്കാൻ സാധ്യതയുണ്ട്, ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്. യഥാർത്ഥത്തിൽ ഈ വർധനവിന്റെ തോത് ഓരോ ചാനലിനും ഇത്ര വലിയ തുകയാണ്, വളരെ അതിഭീമമായ തുകയാണ് അവർ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ആ വർധനവ് ഏതെങ്കിലും ഒരു ചാനൽ മാത്രം കാണുന്ന ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യക്ഷത്തിൽ അത് വലുതായി തോന്നുന്നില്ലെങ്കിൽ പോലും ടോട്ടൽ അതിന്റെ ഈ കണ്ടന്റുകളുടെ ആകെ വിലയിലുണ്ടാകുന്ന വർധനവ് ഇന്നത്തെ നിലയിൽ ഉപഭോക്താക്കളെ അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള നിരക്കാണ് വരാൻ പോകുന്നത്. അത് തീർച്ചയായിട്ടും ഉപഭോക്താക്കളുടെ പക്ഷത്ത് തന്നെയാണ് ചെറുത്തുനിൽപ്പ് ഉണ്ടാകുന്നത്. ഇത്തരം നിരക്ക് വർധനവിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന, അല്ലെങ്കിൽ യാതൊരു ലോജിക്കും ഇല്ലാതെ നിരക്ക് വർധനവ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന കമ്പനികളെ ബഹിഷ്കരിക്കുകയാണ് ഉപഭോക്താക്കൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അതിനുള്ള ശ്രമമാണ്, അതിനുള്ള പ്രേരണ നൽകുകയാണ് വിവിധ ക്യാമ്പയിനിലൂടെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലോചിക്കുന്നത്. തീർച്ചയായും കഴിഞ്ഞ തവണയും ഇത്തരത്തിൽ 2012-15 കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ജനങ്ങൾ ഈ ഒരു ക്യാമ്പയിനൊപ്പം തന്നെ, കേരള വിഷൻ ഉയർത്തിക്കൊണ്ടുവന്ന ക്യാമ്പയിനൊപ്പം തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഇനിയും തുടരുമെന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് നമുക്കുള്ളത്.